ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഒരു ബർത്ത്ഡേ റിലേറ്റഡ് വ്ളോഗാണ്. ഇത് എടുത്ത് വെച്ചിട്ട് കുറച്ചായി. ഇപ്പം ഏകദേശം ജൂൺ ആ ഒരു ഫസ്റ്റ് വീക്ക് എടുത്ത ഒരു വീഡിയോ ഞാനിപ്പോൾ ഒരു ജൂൺ എൻഡ് ആയപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു ഇൻട്രോ എടുക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇത് ഫുൾ ഓഫ് എൻ്റെ ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വ്ളോഗാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മാൻവി കുഞ്ഞിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു ജൂൺ 1 അന്ന് നമുക്ക് ആഘോഷിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സെലിബ്രേഷനൊക്കെ നടത്തിയത് ജൂൺ 20 അപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളാൽ ജൂൺ 1 നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളത് ജൂൺ 19 എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ അത് ക്ലബ് ചെയ്ത് രണ്ട് ബർത്ത്ഡേയും കൂടെ ക്ലബ് ചെയ്ത് ഞങ്ങൾ ജൂൺ 20 അത് ഒരുമിച്ച് അങ്ങ് സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു വ്ളോഗൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെയിൽസ് ഓഫ് ലൈഫ് ബൈ ആതിര. അപ്പോൾ ഇതൊരു ജൂൺ 1 വീക്ക് എടുത്ത വീഡിയോ ആണ്. നമ്മൾ ഈ ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഒരിക്കൽ സാധിക്കും എന്ന് പറയുന്നത് വളരെ സത്യമായിട്ടൊരു കാര്യമാണ്. എനിക്കങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു കാര്യമാണ് ഇപ്പോൾ ഈ നടക്കാൻ പോകുന്നതും. ഞാൻ എൻ്റെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയം മുതൽ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അന്നൊക്കെ നമ്മൾ ഒരിക്കൽ പോലും വിചാരിക്കുന്നില്ല ഇതെനിക്ക് സാധിച്ചെടുക്കാൻ പറ്റും എന്ന് നമ്മൾ ഒരിക്കൽ പോലും വിചാരിക്കത്തില്ല. അതുപോലെയാണ് എൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങളും നടന്നിട്ടുള്ളത്. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ അത് എന്തെങ്കിലും ഒരിക്കൽ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് എന്ന് നമ്മൾ അതാ പറയുന്നത്, ഒരു ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിച്ച എന്തെങ്കിലും നമുക്ക് കിട്ടുമെന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. അപ്പോൾ ആ ഒരു ഡ്രീം കം ട്രൂ മൊമെൻറ്റ് വരാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഫുഡൊക്കെ കഴിച്ചൊന്ന് ഹാപ്പിയായി ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ വന്നത് റെഡ് ജിഞ്ചർ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ്. ഡിഷസിൻ്റെ പേരൊന്നും ഓർമ്മയില്ല എനിക്ക്. നമ്മൾ നോർമൽ ക്യൂസിനിൽ നിന്ന് മാറി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെറൈറ്റിയാണ് ട്രൈ ചെയ്തത്. ഇതിൻ്റെ കറക്റ്റ് നെയിമൊന്നും എനിക്ക് ഓർമ്മയേ ഇല്ല. എന്താണോ അതിൽ എന്തൊക്കെയോ വായിക്കൊള്ളാത്ത പേരുണ്ടായിരുന്നു മെനു കാർഡിൽ. നമ്മളതൊക്കെ ഓർഡർ ചെയ്തു, കഴിച്ചു. പക്ഷേ ഫുഡ് ടേസ്റ്റ് വൈസ് ആവറേജ് ആയിരുന്നു, അത്ര വലിയ ടേസ്റ്റ് എന്ന് പറയാനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് പോയി. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ സ്ഥലമെത്തി. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഐഫോൺ യൂസർ ആവാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. കാരണം ഈ ഒരു മൊമെൻറ്റ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചൊരു മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു എനിക്ക് എൻ്റെ ഏട്ടായി തന്നൊരു സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. സർപ്രൈസ് എന്ന് പറയുമ്പോൾ ഹാഫ് സർപ്രൈസ് തന്നെയായിരുന്നു. കാരണം ഇത് എടുക്കാൻ പോകുന്ന അന്ന് രാവിലെയാണ് ഞാൻ അറിയുന്നത് ഇതെനിക്ക് എൻ്റെ കയ്യിലേക്ക് വരാൻ പോവുകയാണെന്ന്. കാരണം ഇത് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് വാങ്ങിത്തരാം, അല്ലെങ്കിൽ നിനക്കത് ഞാൻ തന്നെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എനിക്കത് ഇത്ര വേഗം എൻ്റെ കയ്യിൽ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ചായപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു. നല്ലൊരു ക്ലാരിറ്റി ഉള്ളൊരു ഫോൺ വേണം എടുക്കുമ്പോൾ. അപ്പോൾ ഇനി ഒരു ഫോൺ എടുക്കുമ്പോൾ ഐഫോൺ തന്നെ എടുക്കണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ പലപ്പോഴും ഇരുന്ന് പറയുമായിരുന്നു. അപ്പോൾ അത് ഇത്ര വേഗം എനിക്കത് സാധിച്ചു തന്നത് ഏട്ടായി തന്നെയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആ ഒരു ദിവസം അങ്ങനെ അങ്ങ് കഴിഞ്ഞു. പിന്നെ ഇത് ജൂൺ 19 എൻ്റെ ഫ്രണ്ട്സ്, ഇവിടെയുള്ള എൻ്റെ ഫാമിലി പോലെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും നമുക്ക് കൊണ്ടുതന്നൊരു സർപ്രൈസാണ്. കേക്കൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും മുറിച്ച് കട്ട് ചെയ്ത് എല്ലാവരും സന്തോഷമായിട്ട് കഴിച്ച് ഒന്നൊത്തുകൂടി പിരിഞ്ഞു. അതിൻ്റെ തൊട്ടടുത്ത ദിവസമായിട്ടാണ് നമ്മൾ ജൂൺ 20 അന്നാണ് നമ്മൾ മാൻവി കുഞ്ഞിൻ്റെയും എൻ്റെയും ബർത്ത്ഡേ ഒരുമിച്ച് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ വളരെ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.